ചിങ്ങം രാശിക്കാരെ, നിങ്ങൾക്കറിയില്ലാത്ത ഒരു സത്യം ഇന്നത്തെ നക്ഷത്രങ്ങൾ തുറന്നു കാണിക്കാൻ പോകുന്നു. വിശ്വാസിക്കുക അല്ലെങ്കിലും വിശ്വാസിക്കരുത് എന്ന് പറയാനും പറയാതെ ഉണ്ടാകാത്ത ഈ രഹസ്യം നിങ്ങളുടെ ജീവിതത്തിലെ അടുത്ത 30 നാളുകൾ സാരമായി മാറ്റി നിർത്താൻ പോകുന്നു. ഈ മുഹൂർത്തത്തിൽ കേവലം നിങ്ങൾ പൊതുവെയുള്ള ചിങ്ങം രാശിക്കാരായി മാത്രമല്ല, വരണ്ട നക്ഷത്ര വ്യവസ്ഥയിലെ ഒരു വേഷസന്താനമായി നിൽക്കുന്നു. നിങ്ങളുടെ ജന്മനക്ഷത്രം, നിങ്ങളുടെ ഗ്രഹസ്ഥാനം, നിങ്ങളുടെ ജീവിതഗതി എന്നിവയെല്ലാം ഈ നിമിഷത്ത് ഒരു വിശേഷ കോണിലേക്ക് നയിക്കപ്പെട്ടിരിക്കുന്നു. പകർന്നോ നിങ്ങൾ പരിഭ്രമിച്ചോ നിങ്ങളുടെ അഭയത്തിന്റെ ആത്മാവ് അലർന്നോ ഇരിക്കാം. ഓരോ രാത്രിയും നിങ്ങളെ അലട്ടുന്ന സ്വപ്നങ്ങൾ, ഓരോ പകലും നിങ്ങളെ തുളയ്ക്കുന്ന ചിന്തകൾ, ഇവെല്ലാം കേവലം നിങ്ങളുടെ മനസ്സിന്റെ കളിയല്ല. ഇവ നിങ്ങളുടെ ഭാവിയിലെ പ്രേരണകളുടെ നിഴലാണ്. നിങ്ങളുടെ കർമ്മം, നിങ്ങളുടെ പൂർവ്വജന്മത്തിലെ പ്രവൃത്തികൾ, ഇവയെല്ലാം ഒരു അദൃശ്യ ശക്തിയിലൂടെ ഈ നിമിഷത്തെ കാലങ്ങളെ നിയന്ത്രിച്ചിരിക്കുന്നു. ചിങ്ങം രാശിക്കാരാണ് നിങ്ങൾ എന്നാൽ, നിങ്ങളെ വാഴുന്ന സൂര്യനെ പോലെ നിങ്ങളും ഒരു ദേവാലയത്തിന്റെ ശരിക്കും പ്രകാശതിരയായി നിൽക്കേണ്ടതാണ്. എന്നാൽ പകർന്നെത്തിയ കൂഴക്കാലത്ത് നിങ്ങളുടെ മേഖലേന്ദ്രങ്ങൾ നിങ്ങളെ കാണിക്കാത്തൊരു മാർഗത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ കുറേയായി ചിന്തിച്ചിരിക്കാം. ഈ സമയത്ത് നിങ്ങളുടെ ആത്മാവിനോട് നീ ഏത് പാതയിലേക്ക് ഓടുകയാണെന്ന് ചോദിച്ചു നോക്കാതെ നിങ്ങൾ അഭ്യാസം നിർത്തിയിരിക്കാം. എന്നാൽ ഗ്രഹങ്ങൾ നിശ്ചയായും നിങ്ങൾക്ക് ഉത്തരം നൽകാൻ തയ്യാറാണ്. നിങ്ങളുടെ തികഞ്ഞതയ്ക്കും നിങ്ങളുടെ പരാജയത്തിനും ഒരു വഹിയെ ഉണ്ടെന്ന് നിങ്ങൾ കണ്ടെത്താൻ പോകുന്നു. നിങ്ങൾ ഈ നിമിഷത്ത് ഏതൊരു പ്രയാസത്തിലും ഉണ്ടായിരുന്നാലും, നിങ്ങൾ ഏതൊരു സന്തോഷത്തിലും ഉണ്ടായിരുന്നാലും, നിങ്ങളുടെ ഹൃദയത്തിന്റെ കൂരിയായി അനുഭവിക്കുന്ന ആ അനുതാപം അല്ലെങ്കിൽ ആ കാത്തിരിപ്പ് നിങ്ങളെ ഈ വീഡിയോയിലേക്ക് എത്തിച്ചിരിക്കുന്നു. എന്ത് കാരണത്താൽ വന്നിരുന്നാലും നിങ്ങളുടെ ദൈവിക സങ്കല്പം നിങ്ങളെ ഇവിടെ നിയോഗിച്ചിരിക്കുന്നതാണ്. ഈ രഹസ്യം നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന തീരുമാനം നിങ്ങളുടെ മുഴുവൻ ജീവിതപരിക്രമണത്തെ മാറ്റി നിർത്താൻ സാധ്യതയുണ്ട്. ചിങ്ങം രാശിക്കാരെ, നിങ്ങളുടെ ഇഷ്ടദേവതയുടെ പേര് കമന്റ് സെക്ഷനിൽ പൊതുവെ പറയുമല്ലോ. നിങ്ങൾ ഏത് ദൈവത്തെ സ്നേഹിക്കുന്നു, ഏത് ദൈവത്തിന്റെ അനുഗ്രഹം വേണ്ടതാണെന്ന് നിങ്ങളുടെ പാപവും പുണ്യവും സംപക്ഷങ്ങളായ മനസ്സിൽ നിന്നോ പറയുക. നിങ്ങളുടെ കോമന്റ് സെക്ഷനിലെ ഭക്തിപൂർണ്ണ സ്ഥാപന ആപ്തമായി മാറണം. ഈ വീഡിയോയെ പോലെ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പങ്കിടുക. ഈ ദൈവിക സന്ദേശം ഇതരർക്കും സംസ്പർശിക്കട്ടെ എന്ന നിരാകാരം ലൈക്ക് ബട്ടൺ അമർത്തി കൊടുക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ട നക്ഷത്രമകന്മാരോ നക്ഷത്രകന്യകമാരോ ഈ വീഡിയോ കണ്ടെങ്കിൽ അവരും നിങ്ങളോടൊപ്പം ഭാവിത്തെ സജ്ജമാക്കിയെന്നു തന്നെ. നിങ്ങളുടെ ജന്മനാളുതലായ പരിസ്ഥിതിയെയും നിങ്ങളുടെ വൈവാഹിക ജീവിതത്തെയും കുറിച്ച് കൂടുതൽ പേരുണ്ടാക്കേണ്ടുണ്ടെങ്കിൽ കോമന്റ് സെക്ഷനിൽ നിങ്ങളുടെ ജന്മതീയതിയും ജന്മസ്ഥാനവും കൂടെ ഉൾപ്പെടുത്തിയോ പറയാം. നിങ്ങളുടെ ഭാവിയിലെ ദാമ്പത്യ സന്തോഷത്തെക്കുറിച്ച്, നിങ്ങളുടെ കുലകാരി ജീവനസാരത്തെക്കുറിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജാതകരാഹ സമയാലോചനാ സ്ഥിതിയെക്കുറിച്ച് നാം കോമന്റ് സെക്ഷനിൽ വിവരിച്ചിരിക്കുന്ന പരാമർശ സേവനങ്ങൾ ഉപയോഗിച്ച് ബന്ധപ്പെടാം. നിങ്ങളുടെ വൈവാഹിക സന്തോഷം, നിങ്ങളുടെ വണാനുബന്ധവും ആത്മീയ സങ്കേതവും നിങ്ങളുടെ വിഹിതമാണ്. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ഭാവിയിലെ ജീവിതസാധ്യയും ഈ ഭാവിയെക്കുറിച്ച് കൃത്യമായ അവലോകനം നേടുന്നതായിരിക്കും ഉചിതമെന്ന് ഭാവിശ്യാവിദ് ശാസ്ത്രം പറയുന്നു. ചിങ്ങം രാശിക്കാരെ, നിങ്ങളുടെ ജീവിതത്ത് ഗ്രഹങ്ങളുടെ കികഷ്ണ ബാധ്യത വർദ്ധിക്കുന്നത് നിങ്ങൾ നിർണീതമായി അനുഭവിച്ച കഥയാണ്. ഗുരുദേവന്റെ അനുഗ്രഹം, ശനിദേവന്റെ പരീക്ഷണം, രാഹുകേതുവിന്റെ കാരുണ്യപ്ലവം, ഈ സകലവും നിങ്ങളുടെ ഭാവിത്ത ആകാരം തീരുമാനിക്കുന്നത് അവ്യക്ത ശക്തിയുടെ ഓരുൾബോർഡുവിലൂടെയാണ്. ഈ കാലത്തായി ഗുരുഗ്രഹം നിങ്ങളോട് നിങ്ങളുടെ മൂല്യങ്ങളെയും ഉച്ചാകാംക്ഷയെയും വീണ്ടും പരിഷ്കരിക്കാൻ നിർദ്ദേശിക്കുന്നു. നിങ്ങളുടെ വ്യക്തിത്വത്തിലെ വിപ്ലവ ശക്തികൾ ഒരു പുതിയ അരുണോ. നിങ്ങളുടെ ഈ ഘട്ടത്തിൽ ഞങ്ങൾ പറയുന്ന പരിഹാരങ്ങൾ വെറും സാധാരണ കാര്യങ്ങൾ അല്ല. ഇവ ആയിരങ്ങൾ കൊല്ലത്തെ പരമ്പരാഗത ജ്ഞാനത്തിലൂടെ വേരിൽ പിടിപ്പിച്ച ഔഷധങ്ങളാണ്. ചിങ്ങം രാശിയിലെ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ സംഘർഷങ്ങളെ നേരിടാൻ, നിങ്ങളുടെ ഊർജ്ജത്തിനെ പരിവർത്തനം ചെയ്യാൻ കർമ്മത്തിന്റെ ഈ പ്രഭാവത്തിൽ നിന്നൊരു ദിവ്യഖേരാവാണ് ഇവ. ആദ്യത്തെ കാര്യം, നിങ്ങൾ ഓരോ ദിവസത്തിന്റെ തുടക്കത്തിൽ സൂര്യനെ നമസ്കരിക്കുക. ഗുരുവായ സൂര്യനെ വന്ദിക്കുന്ന എളിയ പ്രാർത്ഥന ഈ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ അവിശ്വസ്യമായ ശക്തി കൊണ്ടുവരും. സൂര്യോദയത്തിനു മുമ്പ് കിഴക്കോട്ട് നോക്കി കമ്പം സ്പർശിച്ച് സൂര്യനെ പ്രണാമം ചെയ്യുക. ഓരോ പ്രാർത്ഥനയിലും അരുണോദയം നിങ്ങളുടെ സ്വർണ്ണതുല്യ ജീവിതത്തിന്റെ സ്വരൂപം പുനഃസ്ഥാപിക്കുന്നു. ഈ പ്രാർത്ഥന കേവലം മതപരവും കർമ്മപരവുമാണ്. ഇത് നിങ്ങളുടെ ആത്മബോധത്തെ ഉയർത്തുകയും ഗുരുഗ്രഹത്തിന്റെ അനുകൂലതയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. രണ്ടാമത്തെ വലിയ പരിഹാരം, നിങ്ങൾ ശനിദേവതയെ ശ്രദ്ധ കൊണ്ട് ബഹുമാനിക്കുക. സാധാരണ പരിശീലനത്തിൽ നിന്ന് വേറ്റെ എല്ലാ ശനിയാഴ്ച ന്യായുക്തമായ കൃത്യം നടത്തുക. കറുപ്പുനിറത്തിലുള്ള വയലോ പേരോ ചിന്തയായി പകരുക. അരികിലുള്ള കോവിലിൽ ശനിയെ എണ്ണയും നല്ലതുമായി അർപ്പിച്ച് സ്തുതിക്കുക. ശനിയുടെ കർക്കശതയാണ് ഇപ്പോൾ നിങ്ങളുടെ പരിസ്ഥിതിയെ അരിച്ചുകാലിയിരിക്കുന്നത്. എന്നാൽ ഈ കർക്കശതയെ സ്വാഗതം ചെയ്യുമ്പോൾ അത് മാരിക്കൂത്താകാതെ സ്ഥിരത്വത്തിന്റെ അതിപരമ സമ്മാനമായി രൂപാന്തരം സംഭവിക്കുന്നു. തിരുമണി കെട്ടുക എന്നിരുന്നാലും പരിപാടിയിലേക്ക് ശ്രദ്ധ കൂട്ടുക. രാഹുവിന്റെ അണുബാധ ജ്യോതിഷത്തിൽ സ്വതന്ത്രതയുടെ ലാസ്യം നിങ്ങളെ വ്യാകുലത തളർത്താൻ മിണ്ടിപ്പറയുന്നു. നിങ്ങളുടെ ബുദ്ധിമൽ കർമ്മങ്ങളെ വ്യാകുലത തടയുന്ന വൃത്തധാരണയിലൂന്നാക്കുക.
പരിശ്രമത്തെ കേതുവിന്റെ സത്യസ്വതന്ത്രതയെ മാനിക്കുന്ന രീതിയിൽ ക്രതുക്കുക. എല്ലാ പ്രഹരങ്ങളിലും ധർമ്മത്തെ മാർജിച്ച് പ്രകാശജയം കൈപ്പറ്റുക. പോഷണവിത്തെ ഏത് പൂക്കളോ ചെളിയോ നാളിതലിനോ അർപ്പിക്കുക. നിങ്ങളുടെ വിധിനുതെ ചിരിയാകാൻ കാണികളെ പ്രകൃതിയുമായി സമർപ്പിക്കുക. ഈ പരിഹാരങ്ങൾ ഭൗതിക നിയമഭാരത്തിന്റെ കേന്ദ്രഭാരം കുറയ്ക്കുന്നതോടെ നിങ്ങളുടെ കർമ്മത്തിന്റെ വെടിപോക്കും സമാപ്തമാകും. കാര്യനിർണയത്തിൽ ഇത്ര വിശ്വസ്തമായി നീങ്ങുക. ചിങ്ങം രാശിയിലെ നിങ്ങൾ സാധാരണ മനുഷ്യനല്ലാണ്. അഗ്നി സിദ്ധാന്തത്തിന്റെ വാണിഭ സിംഗാരത്തിൽ നിന്നുൾക്കിവാണ് നിങ്ങൾ എന്ന് പൂർണ്ണ വിജ്ഞാനത്തിനു മുൻപ് സാവസിരിന്റെ സ്ഥാനത്ത് നിങ്ങളുടെ ഉദ്ദേശം നിൽക്കുന്നു. ഇപ്പോൾ വരൂ നിങ്ങളുടെ കാര്യയിൽ പ്രവേശിക്കാൻ. അടുത്ത 2 ആഴ്ച നിങ്ങളുടെ വൃത്തിയിലെ ഒരു പോരാട്ട സമയമായിരിക്കും. ഗുരു നിങ്ങളുടെ 10ാമത്തെ ഭാവത്തിനോട് കണ്ണാടിയിടാൻ തിരിഞ്ഞ് ഉദ്ദേശ്യത്തോടെ നിങ്ങളുടെ വേതനത്തിൽ ആഘാതം കേരളിക്കുന്നു. ഇത് ശരിയായ സമയം നിങ്ങൾ നിങ്ങളുടെ അധ്യാപനം പുനരവലോകനം ചെയ്യേണ്ടത്. നിങ്ങളുടെ കമ്മ്യൂണിയൻ കാര്യുണ്ടിൽ എന്തെങ്കിലും പരിവർത്തനം ഭരിക്കാനുള്ള സമയമായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ ഒരു ശാസ്ത്രീയ തീരുമാനത്തെ നേരിടേണ്ടതായിരിക്കും. ബിസിനസ്സിന്റെ കാര്യത്തിൽ ഈ സമയം വിദാഗിത്വത്തെ ചെറുതാക്കേണ്ടത്. സാഹസികതയിൽ കാലം കയ്യാതെ മാറ്റിത്തിരിച്ചേക്കാം എന്ന അനുമാനത്തിൽ വിതള്ളത് എന്ന ഭയപ്പെടുത്തുന്ന പ്രവചനം കോടതിയത് കണ്ടുപിടിക്കലാണ്. ശനി നിങ്ങളുടെ 10ാമത്തെ ഭാവത്തിൽ തീവ്രമായ പ്രഭാവം പ്രകാശിപ്പിക്കുകയാണ്. പോരായ്മ നിങ്ങളുടെ സാധാരണ ബിസിനസ്സിൽ അരികായി തോന്നിയാലും ഇത് പരിഷ്കരണത്തിന്റെ സൂചന കൊടുത്തിരിക്കുന്നു. നിങ്ങളുടെ ബിസിനസ് ഭൗതികവും സാരാംശവും നിർവചിക്കേണ്ട സമയം വരെ എത്തിയിരിക്കുന്നു. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ പണത്തെക്കുറിച്ച് ജാഗ്രത വേണ്ടത്. രാഹുവിന്റെ പ്രഭാവത്തിൽ അപ്രതീക്ഷിത ചിലവ് നിങ്ങളുടെ സമ്പത്തിനെ വെല്ലുവിളിയിൽ വയ്ക്കാൻ പോകുന്നു. എന്നാൽ ഈ വെല്ലുവിളി കേവലം വെല്ലുവിളി അല്ല, ഇത് നിങ്ങളെ ധനത്തെ കൈകൊണ്ട് പിടിക്കാൻ ഭാവന തെളിച്ച് നിവൃത്തിപ്പെടുത്താൻ വരുന്ന സാധാരണ കൗതുകമാണ്. നിങ്ങളുടെ ധനലാഭത്തിന്റെ പരിസരങ്ങൾ പരിശോധിക്കുക. സമ്പൂർണ്ണ സമ്പത്തിന്റെ കുറ്റിയെ കണ്ടെത്തിത്തരും. ആ വിനിയോഗത്തിലെ ത്രുടി നിങ്ങൾ കണ്ടെത്തേണ്ടത്. വ്യാപാരവും വെബ് വാണിജ്യവും നിങ്ങൾ കൂട്ടിനോക്കേണ്ടത്. ഞാനുപദേശിക്കുന്നത് അടുത്ത 7 ദിവസത്തിൽ നിങ്ങൾ ഒരു വലിയ ധനപരാജയത്തിനെ മുൻവിന്യാസം കേരളി. ചിങ്ങം രാശിയിലെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ഹൃദയത്തിന്റെ കാര്യത്തിലേക്ക് വരാം. സ്നേഹം, വിവാഹം, കുടുംബം, ഈ വിഷയങ്ങളിലെ നിരീക്ഷണങ്ങൾ വളരെ ഗംഭീരം, വളരെ നിർണായകം. ഗുരുദേവന്റെ ദൃഷ്ടി ഈ മാസത്തിൽ നിങ്ങളുടെ ബന്ധങ്ങളിലെ ചോരപ്പോരാണ് കുറയ്ക്കുന്നത്. ഹിതരായവരെക്കുറിച്ച് കൂടി പറയാനുണ്ട്. അതിന്റെ ആഴം വളരെ പ്രത്യേകം. നിങ്ങളുടെ ജീവനസംഖ്യയുടെ സ്നേഹത്തിന്റെ സാരാംശം വീണ്ടും ജാഗ്രതമാകും. ശനിയുടെ പരിശോധനാ കാലത്തിലും സ്നേഹം നിങ്ങളെ വിട്ടുപോകുന്നില്ല, പരിപാലനം ചെയ്യുന്നു, ശക്തിപ്പെടുത്തുന്നു. കെട്ടിയിരിക്കുന്നവരെക്കുറിച്ച് പ്രത്യേകമായി ശ്രദ്ധിക്കണം. തെറ്റിദ്ധാരണകൾ ഉരുളുന്നത് കാണുന്നുണ്ട്. അങ്ങനെയെങ്കിലും സേതു ഉയരുന്നുണ്ട്. ആ സേതുവിലൂടെ കടക്കുമ്പോൾ ആൾ കൂടുതൽ പക്കത്ത് ചേരുന്നു. ഈ 14 ദിവസത്തിൽ നിങ്ങളുടെ സ്നേഹം വിസ്മയിപ്പിക്കും. അത് ആഴമായ ധ്യാനത്തിലും നിശബ്ദമായ സ്പർശത്തിലും അനുഭവപ്പെടും. പ്രിയപ്പെട്ടവരുടെ നേരെ നിങ്ങളുടെ അഭിവ്യക്തി കൂടും, എന്നാൽ അത് ശാന്തി നിറഞ്ഞതായിരിക്കും. പരിണയബന്ധത്തിൽ ഏകയത്നക്കുറവ് അനുഭവിച്ചിട്ടുണ്ടോ? ഈ കാലത്ത് അതിന് പരിഹാരം വരുന്നുണ്ട്. വിരഹം ക്രമേണ ലയിച്ചു പോകും. ശരണ്യന്റെ അനുഗ്രഹം നിങ്ങളുടെ വീട്ടിലെ അന്തരാളങ്ങളിൽ പ്രവേശിക്കുന്നുണ്ട്. ഈ ആഴത്തിലെ സാന്ത്വനം നിങ്ങൾ എത്രയോ കാലത്തേക്ക് കാത്തിരുന്നത് ആണോ? ഇതാ അത് വരുന്നു. എന്നാൽ ഒരു സാവധാനം ഉണ്ടുണ്ട്. രാഹുബാധ വരെ നിങ്ങൾ വളരെ കരുത്തായി വിശ്വാസം വയ്ക്കരുത്. വ്യാജം അടിഞ്ഞിരിക്കുന്നതോ അല്ലെങ്കിൽ ബാഹ്യശക്തികൾ ഇതരെ കുത്തിയിടിക്കുന്നതോ ഉണ്ടോ എന്ന് ജാണിക്കേണ്ടതുണ്ട്. ബന്ധങ്ങളിലെ ഇത്തരം വിപരീത സിഗ്നലുകൾ കഠിനം ആയിരിക്കും, പക്ഷേ അവയെ അഗ്നിപരീക്ഷ എന്നെ കാണണം. അതിനെ ജയിച്ചാൽ നിങ്ങളുടെ സ്നേഹം വജ്രമായി ഉയരും. കുടുംബത്തിലെ അനുരാഗത്തിന്റെ ഓജന കൂടുതൽ പ്രകാശവാനായി ഉയരും. അച്ഛനോ അമ്മയോ നിങ്ങളെ പുനഃസ്മരിക്കും ഗുരുത്വത്തോടെ. കൂടുതൽ നേർത്തമായ കാര്യങ്ങൾ സംവാദത്തിൽ വരും. സഹോദരങ്ങൾ നിങ്ങളുടെ പീഡിതത്വത്തെ ബോധിതരാകും. അവരുമായുള്ള ബന്ധം വീണ്ടും നവീകരിക്കപ്പെടും. സ്ത്രീ മാതൃത്വ ഘടകങ്ങൾ നിങ്ങളുടെ ജീവനത്തിൽ വർണ്ണ വർദ്ധിപ്പിക്കും. നിങ്ങൾ മാതാവിലെ അനുരാഗത്തെ ഗംഭീരമായി അനുഭവിക്കും. എന്തെങ്കിലും കൈമുതലായ നഷ്ടം നേരിട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ വെളിച്ചം അനിവാര്യമായും നിങ്ങളിലേക്ക് വീണ്ടും പ്രവേശിക്കും. സ്ത്രീ സാന്നിധ്യം നിങ്ങളുടെ ആഗ്രഹങ്ങളെ പരിപൂർണമായി സാധിപ്പിക്കും. ഐതിഹ്യപരമായ അർത്ഥത്തിൽ ഈ കാലം നിങ്ങളുടെ ഹൃദയത്രാണ്യത്തിന്റെ സ്ഫോടനം, സഞ്ചിതമായ വേദനമായി ചെന്നിരിക്കും. പിന്നെ അനന്തരമായ സ്നേഹത്തിന്റെ നിറനിറങ്ങൾ നിങ്ങൾ അവരുടെ കണ്ണുകൾ കണ്ടുനിൽക്കുമ്പോൾ കാണും. ഇനി നിങ്ങളുടെ ആരോഗ്യത്തിന്റെ പ്രതിചിത്രം നോക്കാം. ഈ കാലത്ത് നിങ്ങളുടെ ശരീരത്തിൽ കാര്യമായ പരിവർത്തനങ്ങൾ നടക്കും. ഗുരുവിന്റെ അനുകൂല്യത എങ്കിലും നിങ്ങൾ ശരീരത്തിലെ കഷ്ടങ്ങൾ കുറയ്ക്കാൻ ഗൃഹീതരാകും. സ്വാസ്ഥ്യം വലിയ ചിന്ത ആയിത്തോ. ഈ 14 ദിവസത്തിൽ നിങ്ങൾ ശക്തിയുടെ ഉയരം തൊടും. ഉദ്വേഗം, ഭയം ഇവ കുറയും. നിദ്ര സുഖം വരും. എന്നാൽ ശനി നിങ്ങളുടെ നിമിഷകാലത്ത് ചില സാവധാനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. വൃദ്ധപ്രായസ്ഥിതി സംബന്ധി വേദനകൾ കൂടുതൽ കാണപ്പെടാം. കാലിന്റെ കഷ്ടം, അരയ്ക്കെതിരായുള്ള പ്രശ്നങ്ങൾ പ്രകടമായേക്കാം. ഈ വേദനാ അനുഭവങ്ങൾ ശരീരത്തിലെ വിറ്റിയോ നിങ്ങൾ പരിഹരിക്കേണ്ടിയിരിക്കും. ദീർഘകാലത്തെ നിഷ്ക്രിയതയുടെ ഫലം ഇത്. നിങ്ങൾ അത് തിരുത്താൻ തുടങ്ങിയാൽ 14 ദിവസം കൂടുതൽ ഫലം കാണും. 14 ദിവസത്തിനു മുൻപ് നിങ്ങളുടെ അനുഭൂതിത്വം വ്യത്യസ്തം ആയി ഉയരും. കണ്ണുകളിലെ ക്ലാന്തിമായി പോകും.
മമ്മത്ത ചിതയ്ക്ക് കരൾ ലഗ്നമായി വരും. ദലവേദന കുറഞ്ഞിരിക്കും. ഈ ദൈവിക സ്പർശ നിങ്ങളുടെ ശരീരത്തിൽ ജനിച്ചതാണ്. ശിക്ഷണ വിഷയത്തിലും നിങ്ങൾ അതാധുനിക അഭ്യുദയത്തിലേക്ക് തിരിയും. വിദ്യാസിദ്ധി കൂടും. പരീക്ഷാഫലങ്ങൾ അനുകൂലം ആകും. നിങ്ങളുടെ ബൗദ്ധിക ശക്തി വ്യത്യസ്തം ആയി പ്രകാശമാനം ഉയരും. ഈ മാസത്തിലെ അവസാന ദിവസങ്ങൾ പരീക്ഷാർത്ഥികളുടെ സ്വർണ്ണകാലം. വിദേശ സാധ്യതകൾ നോക്കിയാൽ സാധ്യത ഉണ്ടായേക്കാം. കെട്ടുന്നതിനേക്കാൾ പോകുന്നതെക്കുറിച്ചായിരിക്കും ചിന്ത. യാത്രയ്ക്ക് പായസപ്പഗ്ര കാണുന്നുണ്ട്. വിദേശ ഭൂമിയിൽ കാലടയ്ക്കാൻ നിങ്ങളുടെ ഭാഗ്യ പ്രമാണിക്കുന്നുണ്ട്. ശരണ്യന്റെ പരിപാലനത്തിലെ ഈ യാത്ര നിങ്ങളുടെ ജീവനത്തെ കൈകയറ്റും. അനേകം രതനധനം അതിലൂടെ വരും. സ്നേഹ്